അഫ്താബ് റഹ്മാൻ റിയാദിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഫ്താബ്, ഇന്നിപ്പോൾ ഗൾഫ് US ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം പല വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ പ്രധാനമായും നമുക്ക് അറിയേണ്ടത് ഗസ ഏത് രീതിയിലാണ് ചർച്ചയായത് എന്നാണ്. ഇന്നത്തെ GCC US ഉച്ചകോടിയിൽ തുടക്കം മുതൽ തന്നെ ചർച്ചയായ വിഷയം തന്നെയാണ് ഗസ. ഈ യോഗത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് തുടങ്ങിയത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഈ മേഖലയൊന്നാകെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം വരണം, അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഒന്നാകെ അസ്ഥിരമാകാത്ത അന്തരീക്ഷം ഉണ്ടാകണം. അതിനുവേണ്ടി ഈ മേഖലയിലെ ഗസ വിഷയം എത്രമാത്രം മാഗ്നിറ്റ്യൂഡിൽ അല്ലെങ്കിൽ എത്രമാത്രം ആഴത്തിലാണ് അതിവിടെ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തിരമായിട്ടുള്ള വെടിനിർത്തൽ വേണം. ഒപ്പം ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം, അതായത് ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴി തുറക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് പിന്നാലെ സംസാരിച്ച ട്രംപിന്റെ വാക്കുകൾ ലോകം ശ്രവിച്ചതാണ്. അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ, താൻ സമാധാനത്തിനായി നടത്തിയ ഒരുപാട് ശ്രമങ്ങൾ സാധാരണ രീതിയിൽ വിശദീകരിക്കുന്നത് പോലെ തന്നെ വിശദീകരിക്കുകയും ഹൂത്തികളുടെയും ഇറാന്റെയും ലെബനോന്റെയും സിറിയയുടെയും എല്ലാം വിഷയം പറഞ്ഞുകൊണ്ടാണ് ഗസയുടെ വിഷയത്തിലേക്ക് വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഗസ വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതിൽ സ്വാഭാവികമായിട്ടും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തണം, അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പക്ഷേ നിലവിലുള്ള ഭരണകൂടം ഹമാസിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഹമാസിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നത് അവിടെയുള്ള നിലവിലെ സാഹചര്യത്തിൽ അത് എത്രമാത്രം സാധ്യമാകുമെന്നുള്ളതാണ് നോക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, ഇന്നിപ്പോൾ ദോഹയിലെത്തി അദ്ദേഹം അവിടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്, അവരുമായി ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന്റെ വിശദാംശങ്ങളായിരിക്കും ഒരു പക്ഷേ ദോഹയിൽ നമുക്ക് ലഭിക്കുക. ഏതായിരുന്നാലും ഇന്ന് ഈ ഉച്ചകോടി മുഴുവൻ നിറഞ്ഞു നിന്നത് ഗസയാണ്. മാത്രവുമല്ല, ട്രംപിന്റെ ഈ വരവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്ന് സൗദി ഉൾപ്പെടെയുള്ള കൂടുതൽ രാഷ്ട്രങ്ങളുമായി ഇസ്രായേലിനെ നയതന്ത്ര ബന്ധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒന്നാകെ നിലവിലെ സാഹചര്യത്തിൽ, ഗസ വംശത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഫലസ്തീൻ രാഷ്ട്രം എന്നൊരു ഫോർമുല കൂടാതെ ഇനി അത്തരമൊരു ബന്ധത്തിലേക്ക് പോകാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള ധ്വനിയിലുള്ള സംസാരങ്ങളാണ് നടത്തിയത്. അത് കൃത്യമായി തന്നെ അവർ ഗസ എന്ന് പരാമർശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ആ ഒരു പരിഹാരത്തിലേക്ക് എത്തിയാൽ മാത്രമാകും ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ സമാധാനം ഉണ്ടാവുക. പ്രത്യേകിച്ച് നമുക്കറിയാം, സിറിയക്ക് മേലുള്ള ഉപരോധം US നീക്കുന്നു. സിറിയ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ, ലെബനോൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ, ഇവരെല്ലാവരും തന്നെ ഇസ്രായേലുമായി നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. യമനിലെ ഹൂത്തികൾ ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള രാഷ്ട്രീയ പരിഹാരം എന്ന് പറയുന്നത് ഫലസ്തീൻ രാഷ്ട്രം എന്നതാണ്. അപ്പോൾ 2017 ട്രംപ് എത്തിയതിൽ നിന്നും 2025 എത്തുമ്പോൾ ചിത്രം തികച്ചും വ്യത്യസ്തമാണ്. അറബ് രാഷ്ട്രങ്ങൾ ഒന്നടക്കം ഫലസ്തീനു വേണ്ടി സംസാരിക്കുന്നു, ലോകം ഒന്നടക്കം ഫലസ്തീനു വേണ്ടി സംസാരിക്കുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിന് പോലും ഹമാസിനെ പ്രേരിപ്പിച്ച ഘടകം ഫലസ്തീൻ എന്ന വിഷയം പൂർണ്ണമായും ഇല്ലാതാവുകയും അറബ് രാഷ്ട്രങ്ങൾ കൂടുതലായി ഇസ്രായേലിനോട് അടുക്കുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തുന്നു എന്നുള്ളതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ GCC ഉച്ചകോടിയുടെ ചുരുക്കം എന്ന് പറയുന്നത് ഫലസ്തീൻ രാഷ്ട്രം വേണമെന്നുള്ള കാര്യത്തിൽ ഒറ്റക്കെട്ടായി അറബ് രാഷ്ട്രങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ വിഷയം ട്രംപിനെ കൺവിൻസ് ചെയ്യാൻ, ട്രംപിനോട് ആ വിഷയം കൂടുതലായിട്ട് ഊന്നി പറയാൻ തങ്ങൾക്കായി എന്നുള്ളതാണ് ഈ ഉച്ചകോടിക്ക് ശേഷം വിഷയം വിശദീകരിച്ച സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പറഞ്ഞത്. 2 വിഷയങ്ങളാണ് ഞങ്ങൾ US-നോട്, ട്രംപിനോട് ആവശ്യപ്പെട്ടത് എന്നാണ് ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പറയുന്നത്. അതിലൊന്ന് ഗസയിലേക്ക് അടിയന്തരമായി മാനുഷിക സഹായങ്ങൾ എത്തണം, രണ്ടാമത്തേത് അവിടെ വെടിനിർത്തൽ വേണം, മൂന്നാമത്തേത് അവിടെ അടിയന്തരമായി ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴി തുറക്കണം. ഇത് തുറന്നാൽ മാത്രമേ മേഖലയിൽ ഒരു സമാധാനം ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ എബ്രഹാം അക്കോർഡിൽ ട്രംപ് ഈ ഉച്ചകോടിയിൽ ആവർത്തിച്ച് പറഞ്ഞ അതിലേക്ക് തങ്ങൾക്ക് എത്താൻ പോലും അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോലും തങ്ങൾക്കാകൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. നേരത്തെ സിറിയയെ അംഗീകരിച്ച സ്ഥിതി ഉണ്ടായിരുന്നു. സിറിയയോടും ഈ എബ്രഹാം അക്കോർഡിലേക്ക് വരണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇസ്രായേലുമായി സിറിയയും ബന്ധത്തിലേക്ക് പോകണം, ഞങ്ങളിതാ നിങ്ങളുടെ ഉപരോധം നീക്കിയിരിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ പോലും അവർ അതിന് തന്നെ ട്രംപ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതിനുശേഷമേ അവർക്ക് സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. സൗദിയുടെ കാര്യത്തിലും ട്രംപ് പറഞ്ഞത് ശ്രദ്ധേയമാണ്. നിങ്ങൾ നിങ്ങളുടെ സമയം എടുത്തോളൂ, എന്നിട്ട് മതി എന്നുള്ള രൂപത്തിലാണ് ട്രംപ് സംസാരിക്കുന്നത്. അതായത് ഗൾഫ് രാഷ്ട്രങ്ങളുടെ നിസ്സഹായാവസ്ഥ, ഗൾഫ് രാഷ്ട്രങ്ങളുടെ
ഫലസ്തീൻ രാഷ്ട്രമെന്ന ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ എത്താതെ ഇത് ട്രംപിന് അദ്ദേഹത്തിന്റെ പദ്ധതികളുമായി ഗൾഫ് മേഖലയിൽ മുന്നോട്ട് പോകാനാകില്ല എന്ന് ബോധ്യപ്പെട്ടൊരു സന്ദർശനമാണിത്. ആ നിലക്ക് ഗസ അല്ലെങ്കിൽ ഫലസ്തീൻ രാഷ്ട്രം സജീവ ചർച്ചയായി നിൽക്കുന്നു. അതിലേക്ക് കൂടുതൽ പ്രത്യാശയുണ്ടാക്കുന്ന വിവരങ്ങൾ ഒരുപക്ഷെ നമുക്ക് വരും ദിവസങ്ങളിൽ വരും ആഴ്ചകളിൽ ലഭ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇസ്രായേലുമായി ആ വിഷയം, ഗൾഫ് രാഷ്ട്രങ്ങളുടെ വികാരം, ഗൾഫ് രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം ട്രംപ് പങ്കുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ നിലക്ക് ഇന്നത്തെ ഉച്ചകോടി ഒരു പക്ഷേ ഗസയുടെ ഉച്ചകോടിയായി, ഫലസ്തീന്റെ ഉച്ചകോടിയായി വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം.